മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ തെലങ്കാനയിൽ ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രേവന്ത് റെഡ്ഡി മന്ത്രിസഭയിലെ ആദ്യ മുസ്ലിം അംഗമാണ്. ജൂബിലി ഹിൽസ് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നീക്കം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമെന്ന എതിർപ്പുമായി BJP രംഗത്ത് വന്നിട്ടുണ്ട്. KB ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീധരൻ, ഈ വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കൂ. മോത്തി, രാഷ്ട്രീയത്തിന്റെ പിച്ചിൽ അത്ര നല്ല അനുഭവമല്ല മുഹമ്മദ് അസറുദ്ദീന് ഇതുവരെ ഉണ്ടായിരുന്നത്. പലതവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും കാര്യമായിട്ട് നേട്ടം അദ്ദേഹത്തിന് ഉണ്ടാക്കാനായില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ കോൺഗ്രസ് അനുകൂല തരംഗമുണ്ടായിട്ട് പോലും സെക്കന്ദരാബാദിൽ നിന്ന് അദ്ദേഹം തോൽക്കുകയാണ് ചെയ്തത്. ഏതായാലും മന്ത്രിയാക്കി നിയമസഭയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. അതായത് മന്ത്രിയാക്കി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 12:15 സത്യപ്രതിജ്ഞ. അതിനുശേഷം 6 മാസത്തിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിച്ച് ജയിപ്പിക്കാനുള്ള ഒരു നീക്കം ആണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു MLC ആക്കാനുള്ള ഒരു ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഇപ്പോൾ എന്നുള്ള ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ജൂബിലി ഹിൽസ് തെരഞ്ഞെടുപ്പ്, അതായത് ജൂബിലി ഹിൽസ് എന്നുള്ളത് ഈ ഹൈദരാബാദിലെ അല്ലെങ്കിൽ തെലങ്കാനയിലെ ഏറ്റവും പോഷ് ഏരിയയാണ്. അത്രയും സമ്പന്നരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം പ്രാതിനിധ്യം കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ഇവിടേക്ക് അസറുദ്ദീനെ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് അസറുദ്ദീനെ അവിടെ സ്വാധീനിക്കുക, വോട്ടർമാരെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നത്. ഏതായാലും അവിടെ മാഗന്തി ഗോപിനാഥ് എന്ന BRSന്റെ MLA, അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്നാണ് അവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ പത്നിയാണ് അവിടെ മത്സരിക്കുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് ഇത്തരത്തിലൊരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും BJP ഇതിനെതിരെ വരുന്നുണ്ട്. പെരുമാറ്റച്ചട്ടം നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു നീക്കം കോൺഗ്രസ് നടത്തുന്നത് വോട്ടർമാരെ ചാക്കിലിടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ള ആരോപണം BJP ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ന് 12:15 മുഹമ്മദ് അസറുദ്ദീൻ തെലങ്കാനയുടെ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ശരി, KB ശ്രീധരനാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.